بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله يا عباد الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഓൺലൈൻ രംഗത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും നിരന്തരം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ക്ലിപ്പ് സമസ്ത കേരള ജംഇഅത്തുൽ ഉലമയിൽ നിന്നും സ്പീക്കർ കുത്തുബ ബിദ്അത്താണെന്നും പറഞ്ഞ് പണങ്ങിപ്പോയി പുതിയ സമസ്തയുണ്ടാക്കിയ സമസ്ഥാന ജംഇഅത്തുൽ ഉലമ സുന്നികൾ, സദഖത്തുല്ലാ മുസ്ലിയാരുടെ പേരിൽ ആരംഭിച്ച സമസ്ഥാന സുന്നികളുടെ ആനസുന്നികളുടെ ഇപ്പോഴത്തെ നേതാവായ നജീബ് മൗലവി മമ്പാട് നദാപുരം മേഖലയിൽ നടത്തുന്ന മുഖാമുഖങ്ങൾ, അതിൽ അദ്ദേഹം നടത്തുന്ന ചില തട്ടിപ്പുകൾ, ചോദ്യകർത്താക്കളെ മരത്തിൽ കൊണ്ടുപോയി പോത്തിനെ കെട്ടിയിട്ട് മരത്തിനെ പറ്റി വിശദീകരിക്കുന്ന രീതിയിലുള്ള മുഖാമുഖങ്ങൾ അങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. അതിൽപ്പെട്ടൊരു മുഖാമുഖത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദാഘോഷവുമായി ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയും, എന്നാൽ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന്റെ മെയിൻ പോയിന്റിൽ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ചോദ്യകർത്താവിന് ചോദ്യത്തിനിടയിൽ വന്ന് സംഭവിച്ച ഒരു അബദ്ധത്തിൽ, അതായത് ഇമാം ഫാഖിഹാനി എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം ഇമാം സഖാവി എന്ന് പറഞ്ഞുപോയി. അതിൽ പിടിച്ച് തന്റെ വാദം ആ സാധുവിന്റെ മുകളിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും, കേട്ടുകൊണ്ടിരിക്കുന്ന യാ ഖൗമിന്റെ മുമ്പിൽ വലിയ ആലിമുൽ അല്ലാമയാണെന്നും ഖാദിൽ ഖുദാത്താണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും, ആ ക്ലിപ്പ്, ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മുജാഹിദുകൾ കിതാബ് തിരിയാത്തവരാണ്, വായിക്കാൻ അറിയാത്തവരാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ മറുപടി അതിന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു മുഖാമുഖത്തിൽ ചോദിക്കാൻ വരുന്ന, അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും സംസാരിക്കാൻ വരുന്ന മുജാഹിദുകൾ മുഴുവൻ മൗലവിമാരല്ല. മൗലവിമാർ എന്ന് പറഞ്ഞാൽ കിതാബുകൾ പഠിച്ച്, നഹ്വും സർഫും പഠിച്ച്, കിതാബുകൾ എല്ലാം പഠിച്ച് അറബി കോളേജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മതപഠനശാലയിൽ നിന്നോ ഡിഗ്രിയൊക്കെ വാങ്ങി പുറത്തു വന്ന് ഉള്ള ആളുകളാണ്. എന്നാൽ സംശയങ്ങൾ ചോദിക്കാൻ വരുന്നത് മിക്കവാറും സാധാരണക്കാരായിരിക്കും. സമസ്ത പണ്ഡിതന്മാരുടെ, മുസ്ലിയാക്കന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വരുന്ന ഏത് സാധാരണക്കാരനെയും ആദ്യം പിടിച്ച് മൗലവിയാക്കും. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയോ അവരുടെ ചോദ്യം ഇടയ്ക്ക് വെച്ച് അവസാനിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം കിട്ടാതെ ആവുകയോ ചെയ്താൽ മൗലവിമാർക്ക് ഉത്തരം മുട്ടി എന്നുള്ള രീതിയിൽ അത് പ്രചരിപ്പിക്കുക. എന്നിട്ട് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മൗലവിമാരും ഇതുപോലെയാണെന്നും അവർക്കൊന്നും ചോദ്യത്തിന് ഉത്തരമില്ലെന്നും അവർക്ക് ഇത്രയേ ഇൽമുള്ളൂ എന്നും ജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടി ഏത് സാധാരണക്കാരനെയും പിടിച്ച് മൗലവിയാക്കുന്ന, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ നിരന്തരം കണ്ടുവരുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സഹോദരൻ ഒരു ചോദ്യം ചോദിക്കാൻ വന്ന ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിനുള്ള ഇൽമു വെച്ചാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത്. എന്നാൽ അതിന് മറുപടി പറയേണ്ടതിന് പകരം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു തെറ്റ് മാത്രം എടുത്ത് പൊക്കിപ്പിടിച്ച് അത് വളരെയധികം ഒരുപാട് വിശദീകരിച്ച് അദ്ദേഹത്തിന് ഇടയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെയുള്ള ഈ മുഖാമുഖം ഒരു പൊറാട്ട് നാടകമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടുത്തെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന 9 ഭാര്യമാരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത മൗലിദാഘോഷം, ജന്മദിനാഘോഷം, അതേപോലെ ആദ്യ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 തലമുറയും 4 മദ്ഹബിന്റെ ഇമാമികളും ഒന്നും ആഘോഷിച്ചിട്ടില്ലാത്ത ആ ആഘോഷം മുളഫർ രാജാവ് തുടങ്ങി വെക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ അത് സുന്നത്താകുമോ? ആകുമായിരുന്നെങ്കിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലുള്ള, ഇമാം സഖാവിയെ പോലുള്ള ആളുകൾ അതേപ്പറ്റി പറഞ്ഞത് ബൽ ഹുവ ബിദ്അ അഹ്ദസഹൽ ബത്താലൂൻ യഅ്തനാ ബിഹൽ അക്കാലൂൻ എന്ന് ഇമാം സഖാവി എല്ലാം പറഞ്ഞിരിക്കുന്നതായി കാണാം. അപ്പോൾ നബിയും സഹാബത്തും താബികളും
ഉത്തമ നാല് മദ്ഹബിന്റെ ഇമാമികളും ചെയ്യാത്തൊരാചാരം ഇമാം മുളഫർ രാജാവ് തന്നെ തുടങ്ങിയാലും അത് ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നതാണ് സംശയം. എന്തായിരുന്നു ആ സഹോദരന്റെ ചോദ്യം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അവിടുത്തെ ജീവിച്ചിരുന്ന 9 ഭാര്യമാരിൽ ആരെങ്കിലുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോ താബീയങ്ങളോ തബഉ താബീയങ്ങളോ, അതായത് ഉത്തമ നൂറ്റാണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശേഷിപ്പിച്ച ഈ 3 ആളുകളോ മദ്ഹബിന്റെ ഇമാമുമാരോ ആരെങ്കിലും മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? മുളഫർ രാജാവ് തുടങ്ങി വെച്ച ഒരു മൗലീദാണോ നമുക്ക് ദീനിൽ തെളിവ്, അല്ലെങ്കിൽ ഒരു ജന്മദിനാഘോഷമാണോ നമുക്ക് ദീനിൽ തെളിവ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. രണ്ടാമത് അദ്ദേഹം അതിന്റെ കൂടെ പറഞ്ഞൊരു കാര്യം, തീറ്റക്കൊതി അക്കാലൂന ബത്താലൂന, തീറ്റക്കൊതിയന്മാരും ആഭാസന്മാരും തോന്നിവാസികളും തീറ്റക്കൊതിയന്മാരും ചെയ്ത ഒരു കാര്യമാണെന്ന് ഇമാം സഖാവി പറഞ്ഞു എന്നാണ്. സത്യത്തിൽ അത് ഇമാം സഖാവി പറഞ്ഞതല്ല, ഇമാം ഫാക്കിഹാനി പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ആദ്യം ചോദിച്ച ഈ ചോദ്യത്തിന് നമ്മുടെ നജീബ് മൗലവി ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനം ആഘോഷിച്ച് കാണിച്ചിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുൻപ് ജീവിച്ച് മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ, ഇസ്മായിൽ നബി ആവട്ടെ, ഇബ്രാഹിം നബി ആവട്ടെ, ഇസ്ഹാഖ് നബി ആവട്ടെ, ഈസാ നബി ആവട്ടെ, മൂസാ നബി ആവട്ടെ, ഏതെങ്കിലും ഒരു നബിയുടെ ജന്മദിനാഘോഷം, ഇന്ന് ഇബ്രാഹിം നബിയുടെ ജന്മദിനമാണ് മക്കളെ, നിങ്ങളൊന്ന് വരൂ, 2 കാരക്ക വീതം കഴിക്കൂ, നമുക്കൊരു യാസീൻ ഓതാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെയോ ആരുടെയും ജന്മദിനം ആഘോഷിച്ച് റസൂൽ കാണിച്ചിട്ടില്ല. മാത്രമല്ല തന്റെ സ്വന്തം നബി ജന്മദിനം റസൂൽ ആഘോഷിക്കുകയോ വേറുള്ളവരോട് ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു തെളിവും സഹീഹായി ഇവർക്ക് ഹാജരാക്കാൻ സാധ്യമല്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ സഹാബികൾ ആരെങ്കിലും ഇന്ന് റസൂൽ ജനിച്ച ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചതായിട്ട് ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന 9 ഭാര്യമാരും റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഒരു ദിവസം വരുമ്പോൾ ഇന്ന് റസൂൽ ജനിച്ച ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് സഹാബികളെ വിളിച്ചൊരു കാരക്ക് കൊടുക്കുകയോ ഒരു ബാർലി വെള്ളം കൊടുക്കുകയോ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കുകയോ 2 യാസീൻ ഓതുകയോ ചെയ്ത ഒരു ചരിത്രം എവിടെയുമില്ല. റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാദപിന്തുടർന്ന മുത്തബി സുന്ന എന്ന് പറയുന്ന ഇമാം സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീൽപ്പെട്ട 4 ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ, ഉസ്മാൻ, ഉമർ, അലി റളിയല്ലാഹു അൻഹും, ഇവരാരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചായിട്ട് ഒരു തെളിവും എവിടെയും കാണാൻ സാധിക്കില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഉഹുദിൽ അമ്പുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ഷഹീദായ ഒരുപാട് സഹാബികൾ നമുക്ക് കാണാം. അവരൊന്നും അവരുടെ ജീവിതകാലത്ത് റസൂൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആ യുദ്ധത്തിൽ വിജയിച്ചു വന്ന സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ചേർന്ന് നിന്ന് അവിടത്തേക്ക് വന്ന അമ്പുകൾ ഏറ്റുവാങ്ങി ഒരുപാട് പരിക്ക് പറ്റിയ സഹാബികൾ റസൂലിന്റെ വഫാത്തിന് ശേഷം ജീവിച്ചിട്ടുണ്ട്. അവരാരും തന്നെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവർക്കൊന്നും റസൂലിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നജീബ് മൗലവിക്കും സമസ്താന ആനസുന്നികൾക്കുമാണ് സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ശേഷം വന്ന താബിയങ്ങളോ തബഉ താബിയങ്ങളോ ദീൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ സലഫുസ് സാലിഹ്യങ്ങൾ ആരും തന്നെ നബിദിനം ആഘോഷിച്ചിട്ടില്ല. എന്തിനധികം ഇമാം ഷാഫിഈ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംദൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാരും തന്നെ നബിദിനം ആഘോഷിക്കുകയോ നബിദിനം ആഘോഷിക്കാൻ ഒരു സൂചന നൽകുകയോ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു തെളിവും ഈ ആനസുന്നികൾക്കോ വേറെ ഏതെങ്കിലും സുന്നികൾക്കോ സമർപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നജീബ് മൗലവി ആദ്യത്തെ ഭാഗം തൊടാഞ്ഞത്. ഇനി ചോദ്യകർത്താവിന്റെ ചോദ്യം, തീറ്റക്കൊതിയന്മാരും ആഭാസന്മാരും തോന്നിവാസുകളും അക്കാലൂന ബത്താലൂന വശഹവത്ത് നഫ്സ്, അക്കാലൂന ബത്താലൂന എന്ന് പറഞ്ഞ ആ സഹോദരൻ ചോദിച്ചത് സഖാവി പറഞ്ഞു എന്നാണ്. സഖാവി അല്ല പറഞ്ഞത്, ഇമാം ഫാക്കിഹാനിയാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ നജീബ് മുസ്ലിയാർ ആ വാക്കിനെ ഒരു തരം പരിഹാസ രൂപത്തിൽ പറയുകയുണ്ടായി. ഏതോ ഒരാള് അങ്ങനെ എഴുതി, ഏതൊരാൾ എഴുതി, എന്നാൽ ഇമാം സുയൂത്തി റഹ്മഹുല്ല അദ്ദേഹം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. ഏതോ ഒരാൾ എഴുതിയതല്ല. നിങ്ങൾ കുറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. അക്കാലൂന എന്നൊക്കെ പറഞ്ഞ ഒരു വാക്യം സഹാബി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞിട്ടില്ല. കരുന്നുണ അവരുടെ പേരിൽ കല്ലുവെച്ച നുണ കെട്ടിയുണ്ടാക്കുന്നതാണിത്. മൗലിദിനെ എതിർക്കുന്ന ചില ആളുകൾ ഉപയോഗിച്ച വാക്യം അവരെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലുള്ള ആളുകളത്. ഇമാം സുയൂത്തി ഉദ്ധരിച്ചത് ഖണ്ഡിക്കാനാണ്. ഇമാം സുയൂത്തി
റഹ്മഹുല്ല അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. ഏതോ ഒരാൾ എഴുതിയതല്ല ആ സംഭവം. അത് മാലിക്കി മദ്ഹബിൽപ്പെട്ട പ്രസിദ്ധനായ, ഇവരുടെ ഭാഷയിൽ ഇവരുടെ ആളാണെന്ന് പറയപ്പെടുന്ന അൽ ഇമാമുൽ അല്ലാമ ഉമർ ഇബ്നു അലി ഇബ്നു സാലിം ഇബ്നു സദഖത്തുൽ ഖമി അബു ഹഫ്സ് ബിൻ അബിൽ യുംന ബിൻ അബി നജ്ജാ അൽ അസ്കന്ദരി അൽ മാലിക്കി എന്ന് പറയപ്പെടുന്ന ഫാക്കിഹാനി, അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപമാണ് ഈ പറഞ്ഞത്. ഈ ഒരാൾ എന്ന് നജീബ് മൗലവി പറഞ്ഞ അതേ ആളെപ്പറ്റി ഇമാം സുയൂത്തി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ ഗണ്ണിക്കാൻ വേണ്ടി എഴുതിയെന്ന് പറഞ്ഞ ആ കിതാബിൽ തന്നെ ഇമാം സുയൂത്തി പറയുന്നു, നോക്കൂ, അഷ്ശൈഖ് താജുദ്ദീൻ ഉമർ ഇബ്നു അലി അൽ ഖമി അസ്-സിക്കന്ദരി അൽ മഷ്ഹൂർ ബിൽ ഫാക്കിഹാനി, ഫാക്കിഹാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് താജുദ്ദീൻ ഉമർ ഇബ്നു അലി അൽ ഖമി അസ്-സിക്കന്ദരി, അദ്ദേഹം അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഫത്ഹുൽ ബാരിയിൽ നിരവധി ഭാഗത്ത് ഇദ്ദേഹത്തിന്റെ ഇബാറത്തുകൾ എടുത്തുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരാള് പറഞ്ഞു എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. തന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി മഹാനായ ഒരു ഇമാമിനെ ഏതോ ഒരാൾ എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, നമുക്കറിയാം മുജാഹിദുകളുടെ പേരിൽ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഇമാമുകളെ തള്ളുന്നവരാണ്, ഇവർ ഇമാമുമാരെ കൊച്ചാക്കുന്നവരാണ്, ഇവർ ഇമാമുമാരെ അംഗീകരിക്കാത്തവരാണെന്ന് പറഞ്ഞ ഇതേ ആളുകൾ അതേ നാവ് കൊണ്ട് അവരുടെ വാദത്തിനെതിരായിട്ടൊരു ഇമാം പറഞ്ഞപ്പോൾ ഏതോ ഒരാൾ അറിയ പോലുമില്ല. എന്നാൽ നജീബ് മൗലവി നല്ലോണം കേട്ട് പഠിച്ചോ? ഈ ഇമാം ഫാക്കിഹാനി എഴുതിയ കിതാബുകൾ അത്തഹരീർ വത്തഹ്ബീർ, അൽ മൻഹജുൽ മുബീൻ ഫി ശറഹിൽ അർബഈൻ അന്നവവിയ്യ, അൽ ഫവായിദുൽ മുകമ്മില ഫി ശർഹിൽ ബസ്മല, അൽ ലുമ്മത്തു ഫി വഖ്ഫിൽ ജുംഅ, റിസാലത്തുൻ ഫി മസ്ഹർ റഅസ്, الفجر المنير في صلاة على البشير النذير، شرح التنقيح، التحفة المختارة في رد على منكر الزيارة، المورد في كلام عن عمل المولد. ഈ കിതാബാണ് അദ്ദേഹം നബിദിനത്തിനെതിരെ എഴുതിയത്, അൽ മൗരിദ് ഫി കലാം അൻ അമലിൽ മൗലിദ്. അദ്ദുററുൽ ഖമരിയ്യ ഫിൽ ആയാത്തിൻ നദറിയ്യ, الغاية الصواب في الكلام على آية التقوى، الإشارة في العربية، شرح إشارة في العربية. ഇങ്ങനെ ഒരുപാട് കിതാബുകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അതിൽ പ്രസിദ്ധനുമാണ്. നജീബ് മൗലവിക്ക് മാത്രം അദ്ദേഹം ഒരാളായിപ്പോയി. ഇരിക്കട്ടെ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. എന്താണ് കിതാബിന്റെ പേര്? നമ്മളിവിടെ പറഞ്ഞു, അൽ മൗലിദ് ഫി കലാം അൻ അമലിൽ മൗലിദ്. മൗലിദ് ആഘോഷത്തിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വിധിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മൗലിദ് ആഘോഷത്തെ പറ്റി അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബി വല സുന്ന. ലാ അഅലം, ഞാൻ അറിയുകയില്ല, ലിഹാദൽ മൗലിദി, ഈ ജന്മദിനാഘോഷത്തിന്, അസ്ലുണ്ടെന്ന് ഫി കിതാബി വല സുന്ന, അല്ലാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ, വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ الذين هم القدوة في الدين المتمسكون بآثار متقدمين بل هو بدعة أحدثها البطالون وشهوة نفسيات اعتنى بها الأكالون. പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലോ മൗലിദ് ആഘോഷത്തിന് ഒരടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. പൂർവികരുടെ ചര്യ സ്വീകരിച്ചുകൊണ്ട് നിലനിന്നിരുന്ന മാതൃകായോഗ്യരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നും അത് ചെയ്തതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. മാത്രമല്ല അത് ബിദ്അത്താകുന്നു. തോന്നിവാസികളും ആഭാസന്മാരുമായ ആളുകളാണ് അത് പുതുതായി ഉണ്ടാക്കിയത്. പിന്നീട് തീറ്റപ്രിയർ അത് കാര്യമായി എടുത്തു. ആരാ പറയുന്നത്? ഇമാം ഫാക്കിയാനി. ഇമാം ഫാക്കിയാനി എപ്പോഴാണ്? ഹിജറ 700-കളിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിജറ 700-കളാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പൊ ഹിജറ 654 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 654 ജനിക്കുകയും പിന്നീട് ഹിജറ 700-കളിൽ വഫാത്താവുകയും ചെയ്ത മനുഷ്യനാണ്, പണ്ഡിതനാണ്.
അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കാലം വരെ ഖുർആനിലും സുന്നത്തിലോ സഹാബത്തോ താബികളോ തബോ താബികളോ പോട്ടെ ഒരൊറ്റ ഉലമായിൽ നിന്നും ഇത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കളവ് പറഞ്ഞതാണോ നജീബ് മൗലവി? വീണ്ടും നജീബ് മൗലവി പറഞ്ഞു ഫാക്കിയാന്റെ കാര്യം ഒന്നും മിണ്ടാതെ തന്നെ നജീബ് മൗലവി പറഞ്ഞു സഖാവി അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല, ഇമാം സഖാവി മൗലിദിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കർമ്മം എന്ന് ഇമാം ഇബ്നു ഹജറും സഖാവിയും പറഞ്ഞതുകൊണ്ട് കരുന്നുണയാണ്. ഇമാം സഖാവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയവരും എഴുതി ഉണ്ടാക്കിയവരും ആണ്. ഇമാം സഖാവി മൗലിദിന്റെ ന്യായങ്ങളെ ന്യായീകരിച്ച് വളരെ വിശദമായി അത് പുണ്യകർമ്മങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഇബ്നു ഹജർ അസ്കലാനിയും അദ്ദേഹം ഇല്ലാത്ത ബിദ്അത്താണ് അഖാലൂന ഉണ്ടാക്കിയതാണ് എന്ന് സഖാവി പറഞ്ഞു എന്നാണ്. ഇമാം സഖാവി എന്നത് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയിൽ നിന്നും ശരിക്കും ഇൽമു പഠിച്ച് മൗലിദിനെ ന്യായീകരിച്ച് മൗലിദിന്റെ കിതാബുകൾ നമുക്ക് വിവരിച്ചു തന്ന് ഇമാം ഇബ്നു ഹജർ അസ്കലാനി മൗലിദിൽ ചൊല്ലിയ ബെയ്ത്തുകൾ നമുക്ക് ഉദ്ധരിച്ചു തന്ന ഇമാമാണ്. നിങ്ങൾക്ക് സഖാവിയെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരോ പറയുന്നത് കേട്ട് സഖാവിനെ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ സഖാവി പറഞ്ഞത് ഇആനത്തു താലിബീൻ എന്ന ഫത്വൽ മുഈന്റെ ഹാഷിയായ ഇആനത്തു താലിബീൻ സയ്യിദ് ബക്രിയുടെ കിതാബിൽ ഇവർ തലക്കും ഭാഗത്ത് വെച്ച് കിടന്നുറങ്ങുന്ന കിതാബിൽ തന്നെ ഇമാം സഖാവി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഖാല സഖാവിയു ഇന്ന അമലൽ മൗലിദ് ഹദസ ബഅദ ഖുറൂനി സലാസ. മൗലിദാഘോഷം എന്ന പരിപാടി എന്ന കർമ്മം ഇന്ന അമൽ മൗലിദ് മൗലിദാഘോഷം എന്ന ചെയ്തി അല്ലെങ്കിൽ ആ സംഭവം ഹദസ പുതുതായി ഉണ്ടാക്കിയതാണ് ബഅദൽ ഖുറൂനി സലാസ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 തലമുറകൾക്ക് ശേഷം. വീണ്ടും ഇആനത്തു താലിബീനിൽ പറയുന്നു വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂക്കിൽ മലിക് അൽ മുളഫർ അബൂ സഈദ് സാഹിബ് അൽ ഇർബൽ വഅല്ലഫ ലഹു ഹാഫിദ് ഇബ്നു ദഹിയ تأليفا سماه التنوير في مولد البشير والمشير النذير فأجازه الملك المظفر ب1000 دينار. എന്താണ് താലിബീനിൽ പറയുന്നത്? നിശ്ചയമായി മൗലൂദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹാബിയുടെ ധരിച്ചു. ശേഷം താലിബീൻ പറയുന്നു രാജാക്കന്മാർ നിന്ന് ഇത് ആദ്യമായി മൗലൂദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇർബൽ രാജ്യത്ത് അധിപനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അക്കാലത്ത് ഹാഫിദ് ഇബ്നു ദഹിയ്യത്ത് എന്ന് പേരായ ഒരു പണ്ഡിതൻ തൻവീർ ഫി മൗലിദ് ബഷീർ നദീർ എന്ന പേരിൽ മൗലിദ് ഗ്രന്ഥം രചിച്ചു കൊടുത്തു. അതിന് സമ്മാനമായി 1000 ദീനാർ രാജാവ് അയാൾക്ക് നൽകി. അപ്പോൾ ആദ്യമായി മൗലിദാഘോഷം നടത്തിയത് മൗലിദ് പരിപാടി നടത്തിയത് മുളഫർ രാജാവാണ്. ഈ മുളഫർ രാജാവ് ഷിയാ വിശ്വാസത്തിൽപ്പെട്ട ഷിയാക്കളിൽപ്പെട്ട ആളായിരുന്നു എന്ന് നമുക്ക് കാണാം. മാത്രമല്ല ഒരു രാജാവ് നടത്തിയതാണോ നമുക്ക് ദീനിൽ തെളിവ്? ഇതേ കാര്യം തന്നെ അൽ ഹാവിലിൽ ഫത്താവ ഇമാം സുയൂത്തിയും പറയുന്നുണ്ട്. വഅവ്വലു മൻ അഹ്ദസ ഫിഅല ദാലിക സാഹിബ് ഇർബൽ മലിക് അൽ മുളഫർ അബൂ സഈദ് അൽ കുക്ബൂരി ഇബ്നു സൈനുദ്ദീൻ അലി ഇബ്നു ബക്തകീൻ അഹദുൽ മുലൂക്ക് അൽ അംജാദ് അൽ കുബറാ അൽ അജ്വാദ്. ഈ അവ്വലു മൻ അഹ്ദസ ഫിഅല ദാലിക പുതുതായിട്ട് ഇങ്ങനെ മൗലിദ് സമ്പ്രദായം അല്ലെങ്കിൽ നബിദിനാഘോഷ സമ്പ്രദായം ആദ്യമായി ഉണ്ടാക്കിയത് സാഹിബ് ഇർബൽ അൽ മലിക് ഇർബൽ ഭരിച്ചിരുന്ന രാജാവായ മുളഫർ രാജാവാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ ഇദ്ദേഹം വേറൊരു കാര്യം ഇവിടെ പറയുണ്ടായി. ഇമാം സുയൂത്തി വളരെയധികം ഖണ്ഡിച്ചുകൊണ്ട് മൗലൂദ് സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അദ്ദേഹം വായിച്ചതില് ഒരു തെറ്റ് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ أن أصل عمل المولد الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ عمد النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سماط يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التي يثاب عليها صاحبها لما فيه من تعظيم قدر النبي صلى الله عليه وسلم وإظهار الفرح والاستبشار بمولده الشريف. എന്താണെന്ന് വെച്ചാൽ ഇമാം സുയൂത്തി എന്താണ് പറയണത്? ഐന്ദി എന്റെ അടുക്കൽ, അതായത് ഇമാം സുയൂത്തിയുടെ അടുക്കൽ. ഇമാം സുയൂത്തി കിതാബ് രചിച്ചിരിക്കുന്നത് ഹാവിൽ സുയൂത്തിൽ ഹുസ്നുൽ മഖ്സദ് അമൽ മൗലൂദ് എന്ന് പറഞ്ഞ ഭാഗം രചിച്ചിരിക്കുന്നത് മൗലൂദിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. മൗലൂദിനെ ന്യായീകരിക്കാൻ വേണ്ടി എഴുതിയ ഷാഫി മദ്ഹബിൽപ്പെട്ട ഒരാളുടെ കിതാബല്ല ദീനിൽ തെളിവാക്കേണ്ടത്.
ദീനിൽ തെളിവാക്കേണ്ടത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സഹാബികളിൽ നിന്നും തബൗത്താബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും മദ്ഹബിന്റെ ഇമാമാരിൽ നിന്നും തെളിവില്ലാത്തൊരു കാര്യം പിൽക്കാലത്ത് ഒരാൾക്ക് നല്ലതാണെന്ന് തോന്നിയ ആൾ എഴുതിയ കിതാബാണ്. അതിൽ തന്നെയും അദ്ദേഹം എഴുതിയത് നിങ്ങൾ നോക്കൂ. عندي أن أصل عمل المولد الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ أمر النبي صلى الله عليه وسلم وما وقع في مولده من آيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة. എന്താ പറഞ്ഞത്? അന്നാസൽ മൗലിദ് ഹുവ, എന്താണ് എന്റെ അടുത്ത് പറഞ്ഞ മൗലിദ്? ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ അടുത്ത് മൗലിദ് എന്ന് പറഞ്ഞാൽ ഹുവ ഇജ്തിമാഉ നാസ്, ഈ ആളുകൾ ഒരുമിച്ച് കൂടാണ്. ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആൻ അല്പം മോദലാണ് സൗകര്യപ്പെടുന്നത്. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വമാ വഖ ഫീ മൗലിദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് വാരിദായി വന്ന അഖ്ബാറുകൾ വായിക്കലാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യങ്ങൾ പറയാം. ഇവിടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യമല്ലോ പറഞ്ഞത്. മങ്കൂസ് മൗലൂദും ഷറഫുൽ അനാം മൗലൂദും മുഴുവൻ കള്ളക്കഥകളല്ലേ? ബൂസൂരി ഇമാമിന്റെ ബുറുദ കള്ളക്കഥയല്ലേ? ഇവിടെ വാരിദായി തെളിവിന്റെ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അസറിന്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യം പറയാനാണ് ഇദ്ദേഹം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് യമുദ്ദുലഹും സിമാത്തും യൗക്കുലൂനഹു, പിന്നെ കുറച്ച് സുപ്ര വിരിച്ചുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക. വയൻസരിഫൂന, എന്നിട്ട് പിരിഞ്ഞു പോവുക. എന്നിട്ട് പറഞ്ഞു നോക്കൂ, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇതിൽ കൂടുതലായി ഒന്നും ചെയ്തില്ലെങ്കിൽ ഹുവ മിനൽ ബിദ്അൽ ഹസന, അത് നല്ലതായ ഒരു ബിദ്അത്താണ്. ഇവിടെ നജീബ് മൗലവി എന്താ വായിച്ചത്? മൗലിദാഘോഷം പറഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നുമില്ല എന്നാ വായിച്ചത്. അങ്ങനല്ല, ഇതിൽ കൂടുതലൊന്നും ചെയ്യാതിരുന്നാൽ അത് നല്ലതായ ബിദ്അത്താണ്. ഇതിൽ കൂടിയാലോ അത് ചീത്തയായ ബിദ്അത്താണ്. ഇത്രയാണ് ഇമാം സുയൂത്തി മൗലൂദിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയത്. ഇത്രയും ചെയ്താൽ തന്നെ അത് നല്ലതായ ഒരു ബിദ്അത്താണ്. അപ്പൊ ഇതിൽ കൂടിയാലോ ചീത്ത ബിദ്അത്താണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ബാൻഡ് മേളം, ദഫ് മുട്ട്, ഘോഷയാത്ര. യാ നബി സലാമലൈക്കും, യാ റസൂൽ സലാമലൈക്കും, യാ ഹബീബ് സലാമലൈക്കും, റസൂൽ സലവാത്തുല്ലാഹി അലൈക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ മൗലൂദാഘോഷത്തിന് നമ്മൾ റസൂലിന്റെ പേരിൽ സലാം പറഞ്ഞാണ് കേട്ടത്. റസൂലിന്റെ പേരിൽ ഒരാൾ സലാം പറയുമ്പോൾ മര്യാദയോടുകൂടിയല്ലേ പറയാ? നമ്മുടെ വാപ്പ മുമ്പാർത്ത് അല്ല വേണ്ട, പള്ളിക്കലേക്ക് പോയി, പള്ളിക്കലെ മുസ്ലിയാര് ബാപ്പുക്ക അതുപോലെ പള്ളിക്കലെ മുഖറിക്ക ഒക്കെ പള്ളിയിലിരിക്കുമ്പോ ഒരാൾ കയറി ചെന്നിട്ട് മോലരെ സലാമലൈക്കും, മുഖറിക്ക സലാമലൈക്കും, ബാപ്പുക്ക സലാമലൈക്കും, ബാപ്പു യൂസഫ് കാ സലാമലൈക്കും എന്ന് 4 പേർക്ക് സലാം പറഞ്ഞാൽ ഒന്നുകിൽ മൗലിയര് നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങളെ വട്ടാണെന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ യൂസുഫ് കെ ബാപ്പുക്കെ നിങ്ങളുടെ ഏതെങ്കിലും കുടുംബക്കാരാണെങ്കിൽ മോന്ത കിട്ടുമെന്ന് തരും, ആളെ കളിയാക്കണോ എന്ന് ചോദിച്ചിട്ട്. അവർക്ക് പോലും ഇത് കളിയാക്കലാന്ന് മനസ്സിലായെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ഇങ്ങനെ സലാം പറയാൻ പാടുണ്ടോ? സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോറ് നിങ്ങളുടെ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോ ഇമാം സുയൂത്തി മൗലിദാഘോഷം വേണമെന്ന് പറയുന്ന ഇവർ തെളിവ് പറഞ്ഞ വലിയ കിതാബൊക്കെ എടുത്ത് വായിച്ച ആ കിതാബിൽ തന്നെ എത്രയേ ഉള്ളൂ? ഖുർആൻ ഓതുക, വാരിദായ കഥകൾ പറയുക, എന്നിട്ട് ലേശം ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോയി. ഇതിൽ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിൽ നല്ലതായ ബിദ്അത്ത്, അതിൽ കൂടുതൽ ചെയ്താൽ ചീത്തയായ ബിദ്അത്ത്. അപ്പോൾ മദ്മൂമായ ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി നമുക്ക് നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും വിശദീകരിക്കുക. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഒന്നും പറഞ്ഞിട്ടില്ല കിതാബ്. ഇതേ ഹാവിൽ ഫത്താവിൽ അദ്ദേഹം പറയുന്നു, വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദ് അസ്ർ അബൂ ഫളൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു അമൽ മൗലിദ്, മൗലിദ് കഴിക്കുന്നതിനെ പറ്റി അദ്ദേഹത്തോട് ഫത്വ ചോദിച്ചാണ്. എന്താണ് ഈ മൗലിദാഘോഷത്തിന്റെ വിധി ചോദിച്ചാ? ഫഅജാബ, അദ്ദേഹം ഉത്തരം പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ബിദ്അത്ത് മൗലിദ് കഴിക്കുക എന്ന കർമ്മത്തിന്റെ എന്ന ചെയ്തിയുടെ അസ്ല് അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ്, അത് സലഫുസാലിയങ്ങളിൽപ്പെട്ട, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, താബീങ്ങൾ, തബഅ താബീങ്ങൾ, ഈ സലഫുസാലിയങ്ങളിൽപ്പെട്ട ആരിൽ നിന്നും ഒരാളിൽ നിന്ന് പോലും തെളിവ് വന്നിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിലുള്ള സലഫുസാലിയങ്ങൾ ആരിൽ നിന്നും തെളിവ് വന്നിട്ടില്ല. ഇപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? ഇമാം സുയൂത്തി റഹ്മഹുല്ലാ ഈ ഹദീസ് ഈ കിതാബ് രചിച്ചിട്ട് മൗലൂദാഘോഷം വേണമെന്ന് അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഇതിനെതിരെ വന്ന എല്ലാ പണ്ഡിതന്മാരുടെയും വാക്കുകൾ ഇതിനകത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇമാം സുയൂത്തി ഒരു സ്ഥലത്തും ഇത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ലതായൊരു ബിദ്അത്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ഈ പണ്ഡിതന്മാർ നല്ല ബിദഅത്ത് ചീത്ത ബിദഅത്ത് ഒന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നു. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്വൽ ബാരിൽ പറഞ്ഞേക്കാം, വഹിയ കുല്ലു ഷൈഇൻ ലൈസ ലഹു മിസാലുൻ തഖദ്ദമ ഫയശ്മല ലഗത്തു മാ യഹ്മദു വയദമു യഖ്തസു ഫി അർഫ് അഹ്ലു ശർഇ ബിമാ യദം. ബിദഅത്ത് എന്നാൽ മുൻമാതൃകയില്ലാത്ത എന്നാണ്. ആക്ഷേപാർഹമായതും പ്രശംസനീയമായതും ഭാഷയിൽ ബിദഅത്താണ്. ശർഇന്റെ പ്രയോഗമനുസരിച്ച് ആക്ഷേപാർഹമായതിന് മാത്രമാണ് ബിദഅത്ത് എന്ന് പറയുക. അപ്പൊ ബിദഅത്ത് നല്ലതും ചീത്തതും, അല്ലെങ്കിൽ നല്ല ബിദഅത്ത് ചീത്ത ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ശർഇൽ ബിദഅത്ത് എന്ന് പറഞ്ഞ ചീത്തത് മാത്രമേ ഉള്ളൂ. അതായത് മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന് ശർഇന്റെ കാര്യത്തിലാണ്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ, കാറ് വാങ്ങിക്കല്, പള്ളിയിൽ മാർബിൾ ഇടല്, പള്ളിക്ക് വലിയ നീളമുള്ള മിനാറുണ്ടാക്കല്, ഇതൊക്കെ ബിദഅത്ത് തന്നെയാണ്. റസൂലിന്റെ കാലത്തിലത്തെ എല്ലാ കാര്യങ്ങളും ബിദഅത്താണ്. അത് ലോകവിയായ ബിദഅത്താണ്, ശർഇന്റെ ബിദഅത്തല്ല. ശർഇൽ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപാർഹത്തിന് മാത്രമേ, മദ്മൂമിന് മാത്രമേ പറയൂ എന്നാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. ഇനി അദ്ദേഹം അവിടെ തന്നെ ഫത്തുൽ ബാരിൽ 17-ാം അദ്ദേഹം പറയുന്നു, നോക്കൂ, 64-ാം പേജിൽ 17-ാം വാള്യം, ശർഇൽ അടിസ്ഥാനമുള്ള കാര്യമാണെങ്കിൽ ബിദഅത്തല്ല. അപ്പോൾ ശർഇന്റെ പതിവനുസരിച്ച് ആക്ഷേപാർഹമായത് ബിദഅത്ത്. ഭാഷയിൽ അങ്ങനെയല്ല. മുൻമാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാത്തിനും ബിദഅത്ത് എന്ന് പറയപ്പെടും. പ്രശംസനീയമാവട്ടെ അല്ലെങ്കിൽ ആക്ഷേപമാകട്ടെ. അപ്പൊ ഈ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ബിദഅത്താണ്. എന്നാൽ ശർഇൽ ബിദഅത്ത് എന്ന് പറയണമെങ്കിൽ അത് ചീത്ത ബിദഅത്ത്. ശർഇൽ ഒരു ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപമാർഹത് മാത്രമേ ഉള്ളൂ, ആക്ഷേപാർഹമായത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഫതഹുൽ ഹദീസിൽ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നു, വമിൻ ഖസ്മിഹാ മിൻ ഉലമാഇ ഹസൻ വഗൈറ ഹസൻ ഫഇന്നമാ ഖിസ്മുൽ ബിദഅത്തിൽ ഉവിയ്യ വമൻ ഖാല കുല്ലു ബിദഅത്തിൻ ദലാല ഫമഅനാ ബിദഅത്തു ശർഇയ്യ. നല്ല ബിദഅത്ത് ചീത്ത ബിദഅത്ത് എന്ന് പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ അത് വമിൻ ഖസ്മിഹാ മിൻ ഉലമാഇ ഹസൻ വഗൈറ ഹസൻ, നല്ലത് നല്ലതല്ലാത്തതെന്ന് ബിദഅത്തിനെ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ ഫൈന്നമാ ഖിസ്മുൽ ബിദഅത്തിൽ ഉവിയ്യ, അത് ഭാഷാപരമായ ബിദഅത്താണ്. വമൻ ഖാല എന്നൊരാൾ പറയുകയാണ് കുല്ലു ബിദഅത്തിൻ ദലാല ഫമഅനാഹുൽ ബിദഅത്തു ശർഇയ്യ, കുല്ലു ബിദഅത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ ബിദഅത്ത് ശർഇയ്യ ബിദഅത്താകുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെ എല്ലാ ഇപ്പൊ നജീബ് മുസ്ലിയാർ പറഞ്ഞത് അടിസ്ഥാനമുള്ള ദീനിന്റെ അടിസ്ഥാനമുള്ളത് റസൂൽ ചെയ്തില്ലെങ്കിലും ചെയ്യാമെന്നല്ലേ? എങ്കിൽ സ്വലാത്ത് അടിസ്ഥാനമുള്ളതല്ലേ നജീബ് മുസ്ലിയാരെ? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് ഖുർആന്റെ കൽപ്പനയല്ലേ? റസൂൽ പറഞ്ഞിട്ടില്ലേ മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ എന്ന് പറഞ്ഞിട്ടില്ലേ? 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലും, അല്ലാഹു നമുക്ക് വേണ്ടി 10 ഗുണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? എങ്കിൽ സ്വലാത്ത് ചെല്ലുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമല്ലേ? ശർഇൽ അടിസ്ഥാനമുള്ളതല്ലേ? എങ്കിൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചെല്ലുന്നതിന്റെ വിധി എന്താണ്? ഫത്താവൽ കുബ്രയിൽ കാണാം, ബാങ്കിന് മുമ്പ് സലാത്ത് ഒരാൾ ചെല്ലിയാൽ സുന്നത്താണെന്ന് ചെല്ലിയാൽ അത് തടയപ്പെടേണ്ടതാണ്. അബിദാത്തും കബീഹത്താണ്, ചീത്ത ബിദഅത്താണ്. എന്തിലധികം പൊന്മള അബൂബക്കർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വരെ ഫത്താവ മുഹീസുന്ന എന്ന് പറഞ്ഞ കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട് തെറ്റാണെന്ന്. തറാവിഹിന്റെ 2 റക്അത്തുകൾ സലാം വിട്ടിക്കഴിഞ്ഞ 2 റക്അത്തുകൾക്കിടയിൽ സലാത്ത് ചെല്ലുന്നതിനെ പറ്റി ഇമാം ഇബ്നു ഹൈതമിയോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ബിദഅത്താണ്, അവിടെ അങ്ങനെ ചെല്ലാൻ പാടില്ല, തടയപ്പെടേണ്ടതാണ്. ഇവിടെ സ്വലാത്ത് മോശമായിട്ടാണോ? സ്വലാത്ത് ശർഇൽ അടിസ്ഥാനമില്ലാത്തിട്ടാണോ? അല്ല, ആ സ്ഥലത്ത് അത് പ്രത്യേകം സുന്നത്താണെന്ന് വിചാരിക്കുമ്പോൾ അത് ബിദഅത്തായി. അപ്പൊ ശർഇൽ അടിസ്ഥാനമുള്ളതും ബിദഅത്താവുമെന്ന് നമുക്ക് മനസ്സിലായി. റഗായിബ് നിസ്കാരം എന്നൊരു പറഞ്ഞ നിസ്കാരമുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ കാണാം റഗായിബ് നിസ്കാരം, 100 റക്അത്ത് നിസ്കരിക്കൽ റജബ് മാസത്തിൽ. അത് ബിദഅത്താണെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം ഇബ്നു ഹജർ ഹൈതമി എന്നിവർ പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ നിസ്കാരം നല്ലതല്ലേ? ശർഇൽ അടിസ്ഥാനമുള്ളതല്ലേ നിസ്കാരം? 100 റക്അത്ത് നിസ്കരിക്കുന്നത് നല്ലതല്ലേ? എന്നാൽ അതെങ്ങനെ ബിദഅത്തായി? കാരണം അതിന് അസ്ലില്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദീനിന്റെ അടിസ്ഥാനമുള്ളത് തന്നെ ബിദഅത്തായി മാറുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം അടിസ്ഥാനമില്ലാതെ നല്ലതല്ലേ, മദ്ഹല്ലേ, ഭക്ഷണമല്ലേ, ചീർണിയല്ലേ, കുലാവിയല്ലേ, സർബത്തല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബീങ്ങളോ തബോ താബീങ്ങളോ മദ്ഹബിന്റെ ഇമാമാരോ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നു. ഇവിടെയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمد صلى الله عليه وسلم خان الرسالة.
ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദഅത്ത് കൊണ്ടുവന്നു, അവനെ നന്നായിട്ട് കാണുകയും ചെയ്തു, സ്വലാത്ത് പോലെ, ദിക്ർ പോലെ, ദുആ പോലെ, അങ്ങനെ എന്തെങ്കിലും പോലെ നല്ലതായിട്ട് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവൻ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അവൻ നല്ലതായിട്ട് കണ്ടാൽ ഫഖദ് സഅമ, അവൻ വാദിക്കുകയാണ് അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. അതാ ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടായിട്ട് റസൂൽ നമുക്ക് കാണിച്ചു തരാതെ പോയി എന്ന് അവൻ വാദിക്കുകയാണെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്ക് ഇമാം ഷാത്തിബി അത്സാം എന്ന് പറഞ്ഞ കിതാബിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നജീബ് മൗലവിയോട് പറഞ്ഞതുപോലെ നല്ലൊരു ബിദഅത്ത് ഇല്ല, ശറയിൽ എല്ലാ ബിദഅത്തും ചീത്ത തന്നെയാണ്. മാത്രമല്ല നജീബ് മൗലവിയോട് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും തെറ്റിദ്ധരിപ്പിക്കുന്ന പുരോഹിതന്മാരെന്ന് ഈ സമൂഹത്തെ രക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അരിൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.